ഞാൻ ഈ സംവാദം സുനിതയിൽ നിന്ന് തുടങ്ങിയാണ്. സുനിത, എന്തായാലും സുനിത പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞു. സുനിത, ഭീഷണി പലതും ഉണ്ടോ സുനിത? ഈ പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തിന് സുനിതയുടെ മുഖം കാണിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു സുനിതയ്ക്ക് അതിലൊരു കുഴപ്പവും ഇല്ല, മുഖം കാണിച്ചുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറയണം എന്ന് സുനിത തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുനിതയുടെ മുഖം കാണിച്ചത് എന്ന് പറയുന്നു. സുനിത, ഒരുപക്ഷെ സുനിതയുടെ വെളിപ്പെടുത്തലുകൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. സുനിത ഈ അഭിമുഖത്തിന് ശേഷം എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? അഭിമുഖത്തിന് ശേഷം എനിക്ക് കുറച്ചു പേരെ തന്നെ വിളിച്ചിരുന്നു. അപ്പോ എല്ലാവരും ഇപ്പം എന്നോട് ചോദിക്കാണ്ടായിരുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലെ എന്നോട് പറയുന്നത്. അപ്പോ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് പ്രശ്നങ്ങളല്ലേ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായാലും എനിക്ക് കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇപ്പൊ വിനീതകുമാരിനെ പോലെ അവർക്ക് രണ്ടു കണ്ണ് കാണില്ല. അതുപോലെ തന്നെ 20 വർഷത്തോളം പൂർത്തിയാക്കിയ 4-5 തടവുകാർ ഇപ്പോഴും അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിലെങ്കിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. സുനിത, ഈ ഷെറിനുമായിട്ട് എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടായിരുന്നോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയത്? അല്ലല്ല, കാരണം ഞാൻ ജയിലിൽ വെച്ചിട്ടാണ് ആ കുട്ടീനെ കാണുന്നത്. ഞാൻ ജയിലിൽ നിന്ന് ഉള്ളപ്പോഴും അവിടെ നിന്ന് വരുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് സ്നേഹത്തിൽ തന്നെയാണ് കഴിഞ്ഞത്. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവേ, അവിടെ അത്ര ഒരു റിപ്പോർട്ട് ഉണ്ടാവുക ഇതുവരെ ചെയ്തിട്ടില്ല. മാത്രല്ല അന്ന് ഞാൻ നേരെ ഇത് പരാതി കൊടുത്തതിനൊക്കെ വ്യക്തമായ തെളിവുകളുള്ളതാണ്. മാത്രമല്ല അന്ന് രേഖാമൂലം പരാതിപ്പെട്ടിരുന്നു, പക്ഷേ ആ പരാതിയിലൊന്നും നടപടി ഉണ്ടായില്ല അല്ലേ? ആ പരാതിയില് ജയിലിൽ കിടന്നുകൊണ്ട് നമ്മൾ ആദ്യത്തെ പരാതി കൊടുക്കുന്നത് സൂപ്രണ്ടിനാണ്. സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നിട്ടാണ് പരാതിപ്പെട്ടിയിൽ എഴുതിയിട്ടത്. പരാതിപ്പെട്ടിയിൽ എഴുതിയിട്ടിട്ടും പ്രത്യേകിച്ച് അതിനൊരു മറുപടി ഉണ്ടാവാഞ്ഞത് കൊണ്ടാണ് അവിടെ നമ്മളൊരു ഉദ്യോഗസ്ഥൻ മുഖേന നമ്മളതിന്റെ പരാതി അവിടെ അല്ലെങ്കിൽ അവിടെ കണ്ട കാര്യങ്ങള് ഷെറിൻ അവിടെ ഫോൺ ഒരു ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രദീപ് ഇന്ത്യാസും ഷെറിനും കൂടി ഉപയോഗിച്ച് ഫോൺ നമ്പർ അടക്കം ഞാൻ പരാതി കൊടുത്തത്. കൈരളിപ്പീപ്പിന്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാനാണ് ഞാനന്ന് പരാതി കൊടുത്തത്. ആ പരാതി പുറത്തേക്ക് വന്നതാണ് ഇതിന്റെ തുടക്കം. അതാണ് ജയിൽ ഡിഐജിയെ പ്രകോപിപ്പിച്ചത് അല്ലേ? അതെ അതെ അതെ. അന്ന് ആ ജയിൽ ഡിഐജി ആണ് എന്നെ ആദ്യമായിട്ട് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്തത് ഷെറിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നോ, സുനിത അത് സത്യമാണോ പറയുന്നത്, അതല്ല അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ആകെ അറിയേണ്ടതായിരുന്നത് എന്റെ പരാതി പുറത്തേക്ക് പോയത് എങ്ങനെയാണ്, ഏത് സ്റ്റാഫാണ് സഹായിച്ചതെന്ന് മാത്രം അദ്ദേഹത്തിന് അറിയേണ്ടതായിട്ടുള്ളൂ. അതിനുശേഷം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ ഇവിടെ തന്നെ കിടക്കും, ഞാൻ പുറത്തിറങ്ങലുണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ചെയ്ത് തെറ്റില്ല, ഞാൻ പറയുന്നത് മോനെയല്ല, കാരണം വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ സ്റ്റാഫിന്റെ പേര് എന്തായാലും കാട്ടിയിട്ട സ്റ്റാഫിന് അവർക്ക് അവിടെ ആ കാട്ടിലൂടെ ഒരു ആത്മാർത്ഥമുണ്ട്. ആ ജയിലില് ആ 2 സ്റ്റാഫ് മാത്രം അത്ര ആത്മാർത്ഥമുള്ള സ്റ്റാഫുള്ളൂ, ബാക്കി എല്ലാവരും അവർ പൈസ വാങ്ങുന്നവരായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും അവരെ ചതിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുപോലെ ഞാൻ പറഞ്ഞില്ല. പിന്നെ അതിന്റെ ആ പരാതി ആ കൈരളി ടിവിയിൽ വന്നതിന്റെ പേരിൽ മാത്രം അതിന് ആദ്യം ആ 2 ഉദ്യോഗസ്ഥരാണ് സ്ഥലം മാറ്റിയത്. സരസ്വതി എന്ന് പറയുന്ന ഒരു മാഡത്തിനും പിന്നെ സെലീൻ കുമാരി എന്നാണ് സ്റ്റാഫിന്റെ പേര്. 2 സ്റ്റാഫിനെയാണ് ആദ്യം ട്രാൻസ്ഫർ കൊടുത്തത്, പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത്. അപ്പോഴും ഷെറിനെതിരെ നടപടി ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 മാസത്തിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഷെറിനെതിരെ നടപടി ഇല്ലാത്തത് കൊണ്ടാണ് DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം പ്രദീപ് സാറ് വൈകുന്നേരം അവിടെ വന്നു പോകുന്നത് വെച്ചിട്ടും ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ DGP സെൻകുമാറിന് പരാതി അയച്ചു. അപ്പോഴാണ് സെൻകുമാർ സാർ എനിക്ക് മറുപടി അയച്ചു, സുനിത, ഈ അട്ടങ്ങോര ജയിലിലെ അന്തേവാസികൾ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് ഞാനിങ്ങനെ കാര്യങ്ങൾ ചാനലിനും കൊടുത്തത്, അതുകൊണ്ട് എന്റെ പേര് നടപടി എടുക്കുന്നതായിട്ട് സാർ എനിക്ക് അയച്ചു. അപ്പോ ഞാൻ വീണ്ടും അപ്പോഴാണ് ഞാൻ വിവരാവകാശത്തിന് വെച്ചു തുടങ്ങിയത്. കാരണം 392 എന്നൊരു വകുപ്പ് ഷെറിന്റെ ശിക്ഷ ഇതിലുണ്ട്. ജീവപര്യന്ത ശിക്ഷ വെച്ചാല് ഇന്ന വകുപ്പുകൾ പ്രകാരം എന്ന് പറയുമല്ലോ, അതിൽ 392 എന്നൊരു ഓപ്ഷൻ ഒരു വകുപ്പുണ്ട്, റോബറി, കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊലപാതകം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 വർഷത്തേക്ക് അങ്ങോട്ട് ഇവർക്ക് പരോൾ അനുവദിക്കാൻ പാടില്ല. എന്നിട്ടും ഷെറിന് 1 വർഷം പൂർത്തിയാവുന്നതിന് മുന്നേ പരോൾ അനുവദിച്ചു. അപ്പൊ ആ വിവരങ്ങൾ ചോദിച്ച് ഞാൻ വിവരാവകാശം വെച്ചിട്ട് എനിക്ക് അതിന് മറുപടി തന്നില്ല സാറ്. ആ വിവരാവകാശം വെച്ച് തുടങ്ങിയപ്പോഴാണ് ഷെറിന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ വീർപ്പ് കൊടുത്തത്. വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ വരാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ DIG അവിടെ സന്ദർശകനായിരുന്നു അല്ലേ? സുനിത നേരിട്ട് കണ്ടതാണ്. സുനിത സാധാരണ തടവുകാരെ 5:30 ലോക്കപ്പ് ചെയ്യും അല്ലേ? അതെ അതെ. ഈ ഷെറിനെ മാത്രം
അൺലോക്ക് ചെയ്യുന്നു. അതും 7 മണിയാകുമ്പോൾ. പിന്നെ കുറേ സമയം കഴിഞ്ഞാലാണ് ഈ ഷെറിൻ തിരിച്ച് സെല്ലിലെത്തുന്നതല്ലേ? അതെ അതെ. അപ്പോൾ അതെ, സുനിത തന്നെ, ക്ഷമിക്കണം, ഷെറിൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ DIGയുമായിട്ടുള്ള ഈ ബന്ധം. ഞാൻ ആ മൊബൈൽ ഫോണിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഷെറിനോട് പറഞ്ഞത്, സുനിത ഇതിന് പിന്മാറണം, സുനിതനെ ഞാൻ ഇറക്കാൻ സഹായിക്കാം, സുനിതയ്ക്ക് എന്താ വെച്ചാൽ ഹെൽപ്പ് ചെയ്യാം. അതായത് പ്രദീപ് സാറായിട്ട് ഞാൻ വളരെ വളരെ അടുത്ത ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രദീപ് സാർ പ്രശ്നം ഉണ്ടാകില്ല, സുനിതയായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പൊ ഷെറിനും പ്രദീപ് സാറുള്ള മറ്റേ എന്താ പറയാ, അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്തെന്ന് തുറന്നു പറഞ്ഞ ഷെറിനാണ് എന്നോട്. അല്ലാതെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമില്ല. ഷെറിന് അത്ര ഉറപ്പ് പറഞ്ഞത് എന്ന് വെച്ചാല് പ്രദീപ് സാറ് പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളത് എന്നോട് ഉറപ്പ് തന്നതാണ് ഷെറിനത്. അല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ജയിൽ മുൻ DIG പ്രദീപ് അവിടെ നടക്കുന്ന ഇത്തരം ഏർപ്പാടുകൾ അതൊന്നും ഗൗനിക്കാതെ സുനിത ആര് വഴിയാണ്, ഏത് ഉദ്യോഗസ്ഥ വഴിയാണ് പുറത്ത് പരാതി കൊടുത്തതെന്ന് അന്വേഷിച്ചത് അല്ലേ? അദ്ദേഹത്തിന് അതിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ സമയത്ത് തന്നെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി ജയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നതുപോലെ എനിക്ക് ഈ ഷെറിന് അനുവദിക്കപ്പെട്ടുള്ള പ്രത്യേക തടവ് ജയിലിലെ സെല്ലിന്റെ ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് ഞാനൊരു പരാതിയായിട്ട് എഴുതി കൊടുത്തു സാറിന്. അന്ന് തന്നെ സാറ് ജയിലിൽ സെല്ലുകൾ റെയ്ഡ് ചെയ്തു. ഷെറിന്റെ റൂമിൽ നിന്ന് കോസ്മെറ്റിക് ഐറ്റംസുകൾ, ഷെറിന് പ്രത്യേകമായിട്ട് അനുവദിക്കുന്ന ബെഡ്ഷീറ്റുകൾ, തലയണ, കിടക്ക പോലത്തെ സൗകര്യങ്ങള്, ഷെറിന് 6-7 ജോഡി ഡ്രസ്സുകൾ, മേക്കപ്പ് സെറ്റ്, എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് പിടിപ്പിച്ചു. അതൊന്നും അനുവദിക്കരുതെന്ന് പറഞ്ഞു. അത്തരമൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജയിലില്. ഇപ്പൊ ആളൊന്ന് ജില്ലാ ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി ആയിട്ടതിന് ശേഷം അത് ഇതായി പോയി തോന്നുന്നു. അതൊക്കെ രേഖാമൂലം നടപടി ആയ കാര്യങ്ങൾ അതൊക്കെ. എന്നിട്ട് പോലും അതിനുശേഷം ഷെറിന് അവിടെ സ്വാതന്ത്ര്യമായിരുന്നു. ഈ ഗണേശേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ? ഉണ്ട്. ഗണേശ് ചേട്ടൻ ഞാൻ സത്യത്തിൽ ഞങ്ങളൊക്കെ ആ സമയത്ത് വിചാരിച്ചിരുന്നത് വെറുതെ പറയുന്നതെന്ന് വിചാരിച്ചിരുന്നത് ഗണേശ് ചേട്ടൻ എന്ന് പറയാറുള്ളതാ. ഗണേശേട്ടനുമായിട്ടുള്ള അടുപ്പം കൂടെ പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിരുന്നു. ആ ഗണേശേട്ടനാണ് ഈ ഗണേശേട്ടൻ. അതെ അതെ അതെ. എന്തായാലും ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വാധീനം, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാധീനം, അതൊന്നും ഇല്ലാതെ ഷെറിൻ്റെ റെമിഷൻ പെറ്റീഷൻ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരവേഗത്തിൽ അതിലൊരു തീർപ്പുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ സുനിത പറഞ്ഞതെല്ലാം 100% ശരിയാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കേൾക്കാമോ സുനിത? കേൾക്കാം. അതായത് ഞാൻ പറഞ്ഞതില് നുണയൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതിൽ വ്യക്തമായ തെളിവുകൾ, എല്ലാത്തിനും വ്യക്തമായ തെളിവുകളുള്ളതാ. ഞാനന്ന് സാറിന് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിവരാവകാശ വെച്ച കടലാസുകളും സെനറ്റർമാർക്ക് അയച്ച മറുപടിയും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിപ്പോ പലരും എന്നോട് 1-2 പേര് വിളിച്ചു ചോദിച്ചത് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, സുനിതയ്ക്ക് ആരെങ്കിലും പൈസ ഓഫർ ചെയ്യുന്നുണ്ടോ? എനിക്ക് 5 പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ പേരിൽ ഒരു പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വേണ്ടതാണ്. കാരണം മറ്റൊരാളുടെ ദോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷെറിൻ എന്ന കുട്ടി ജയിലിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. ഷെറിൻ ഇറങ്ങിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് അതിന് അർഹതയുള്ള ഒരു 4-5 തടവുകാരി പിഴവൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ അനിശാന്തിക്ക് ജയിലിൽ നിന്ന് ഇപ്പോ സുപ്രീം കോടതി ജാമ്യപ്രകാരം ഇറങ്ങാൻ കഴിഞ്ഞത് അവരുടെ കയ്യിൽ പൈസ ഉള്ളതിനെ കാണാൻ സുപ്രീം കോടതിയിൽ വയ്ക്കാൻ കഴിഞ്ഞത്. അതിന് ഒരു മാർഗം ഇല്ലാതെയാണ് ആ കണ്ണ് കാണാത്ത ബിന്ദാകുമാരി എന്ന് പറഞ്ഞ ലേഡിയോടെ കിടക്കുന്നത്. പിന്നെ വിദ്യാലക്ഷ്മി, 2 ചെറിയ കുട്ടികളെ രമ്യ. അപ്പോ അത്തരം തടവുകാര് ഇപ്പൊ സാമ്പത്തികോ രാഷ്ട്രീയപരമായിട്ട് പിടിപാടൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ജയിൽ അഡ്വൈസറി ബോർഡിൽ വെക്കാലോ, വെച്ചിട്ട് അവർക്ക് ഇറങ്ങാനുള്ള സഹായം ചെയ്യണ്ടേ? ഇത് ഷെറിനെ പോലത്തെ മാനസാന്തരം വന്ന പ്രതികളല്ല അവരൊക്കെ ശരിക്കും മാനസാന്തരം വന്ന പ്രതികൾ തന്നെയാണ്. അവരൊക്കെ ചെയ്ത കുറ്റം, അവരൊക്കെ സാഹചര്യം കൊണ്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഷെറിനെ പോലെ ഒരു ദിവസം അങ്ങനെ നേരം വിളിക്കുമ്പോ കോടീശ്വരി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ അത്തരം കൃത്യങ്ങൾ ചെയ്തു വന്നവരല്ലല്ലോ അവരൊക്കെ. അപ്പൊ പാവപ്പെട്ടവനും സാധാരണക്കാരനും അല്ലെങ്കിൽ പൈസ ഉള്ള ആൾക്കൊക്കെ നിയമമൊക്കെ ഒരേപോലെ ആയിരിക്കണം. സംഭവം അങ്ങനെയൊന്നല്ല നമ്മുടെ ഇവിടെ നടക്കുന്നത്. എങ്കിലും അതുകൊണ്ട് മാത്രമാണ് ഈ വഴിവിട്ട നടപടികളെ ചോദ്യം ചെയ്തത് അല്ലേ? അതെ, ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ ചോദ്യം ചെയ്തത്. അന്നത്തെ ആ തെളിവുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഷെറിനെ വിട്ടയക്കുന്നത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാല് ഇപ്പതേ ബോച്ചയുടെ കേസ്, ബോച്ചയ്ക്ക് ഒരുപാട് പേർക്ക് സഹായം ചെയ്ത വ്യക്തിയാണ് ഞാനും. ആ കേസിൽ ഞാൻ ബോച്ചയുടെ ഒപ്പം തന്നെയാണ് ഞാനും നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടി അയാൾ അടിയന്തരമായിട്ട് അയാളുടെ ജാമ്യ ഹർജി വെച്ചപ്പോ അന്നത്തെ ഇപ്പൊ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാറ് ചോദിച്ചു, അടിയന്തരമായിട്ട് അയാൾ ആ ഹർജി പരിഗണിക്കേണ്ട കാര്യം എന്താണ്? അതേപോലെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ഷെറിൻ എന്ന തടവുകാരിയുടെ അവരെ വിടാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പൊ ഇത്ര മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിക്കേണ്ട കാര്യം എന്തായിരുന്നു?
അത്രയും ബുദ്ധിമുട്ട് 14 വർഷം ജയിൽ ഉപദേശക സമിതി അംഗം മേഡം പറഞ്ഞു അവർ മാനസാന്തരപ്പെട്ടു, അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ മകൻ അവരെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ജീവിക്കാനായിട്ട്. അവരെ അച്ഛന്റെ വീട്ടുകാർ അവരെ പൊന്നുപോലെ നോക്കിയിട്ട് അമേരിക്കയാണ് ആ കുട്ടി ജീവിക്കുന്നത്. ഷെറിൻ പുറത്തിറങ്ങിയിട്ട് വേണ്ട ആ കുട്ടീനെ സംരക്ഷിക്കാൻ. പക്ഷെ ജയിലിൽ കിടക്കുന്ന മറ്റു അന്തേവാസികൾ 14 19 വർഷം കഴിഞ്ഞ അന്തേവാസികള് അവര് കുട്ടികളെ ബന്ധുക്കളോ ഉറ്റവരോ ഉടവരോ ഒന്നുമില്ലാതെ സാമ്പത്തിക പരാധീനത മൂലവും അവര് ചിൽഡ്രൻസ് ഹോമിൽ കഴിയുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പുറത്തിറങ്ങിയിട്ട് അവരെ മക്കളെ കൂടി ജീവിക്കണം, അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ ഷെറിൻ പുറത്തിറങ്ങേണ്ടത് വീട്ടുകാരുടെ സമിതി അംഗങ്ങൾ അവരൊക്കെ അവിടെ കാണട്ടെ. അപ്പൊ ഷെറിൻ ആദ്യം അവരെ പുറത്തിറങ്ങേണ്ടത് ആദ്യം ഇറക്കട്ടെ. വീട്ടുകാരുടെ ആവശ്യമല്ല, മകന്റെ ആവശ്യമല്ല, അല്ല. മറ്റാരുടെയോ താല്പര്യമാണ്. അതെ അതെ. ഷെറിൻ പുറത്തിറങ്ങി ഷെറിന്റെ കൊച്ചിന് ഉപകാരമൊന്നുമില്ല. ഷെറിന്റെ കൊച്ചിനെ അവര് കാണിക്കുമെന്ന് പോലും അറിയില്ല. പക്ഷെ വീട്ടുകാർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ആവശ്യമുള്ള അമ്മമാര് ജയിലിൽ കിടക്കുന്നുണ്ട്. അവരിറക്കട്ടെ. ഈ ഉപദേശക സമിതി അംഗത്തിന്റെ പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം അത്രയും സാധുക്കളായ അവരവിടെ കിടക്കും. എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ടാണ് ആ രണ്ട് കണ്ണു കാണാൻ കഴിയാത്ത ആ സ്ത്രീനെ വിനിതാകുമാരി നട്ടംകുളങ്ങര വനിതാ ജയിലിൽ നിന്നും ഓപ്പൺ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. അവര് രണ്ടാമത്തെ കണ്ണിന്റെ കാഴ്ച കൂടി ഏകദേശം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലായതുകൊണ്ട് ഈ ചട്ടക്കുളയിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത. അപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടുകാരെന്നെ നമ്മളുടെ ആ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടായിരിക്കും തോന്നുന്നു. അപ്പൊ ആരുമില്ലാത്തൊരു ഒരു പറ്റം ആൾക്കാരുടെ കൂടിയാണ് ഫ്രീ ജയിലിൽ കഴിയുന്നത്. പിന്നെ ഷെറിനെ പോലെ മാസ്ക് പൊടി കൊടുക്കാനൊന്നും മാർഗമില്ല. അവർക്ക് അവരുടേതായ പ്രാഥമിക കൃത്യങ്ങളും അവരുടെ ഡ്രസ്സുകൾ കഴിക്കാനൊന്നും അവർക്ക് കാര്യമില്ലല്ലോ അവിടെ. അപ്പൊ അവർക്കല്ല ആദ്യം ഇറക്കേണ്ടത്. അത് മാത്രമല്ല സെൻട്രൽ ജയിലുകളിലേക്ക് എത്രയോ 20, 25, 30 വർഷത്തെ തടവുകാർ കഴിയുന്നു. ജീവന്റെ തടവുകാര്, എത്രയോ വയസ്സായവര്, പ്രായാധികം മൂലം സ്വന്തം ആവശ്യങ്ങൾ പോലും ചെയ്യാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ പ്രായാധികം കൊണ്ട് അവശരായവർ കഴിയുന്നത് അവരും നടക്കാനായിട്ട് അഡ്വൈസറി ബോർഡിന്റെ സഹായമില്ല. പരാതിപ്പെട്ടതിന് ശേഷം സുനിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നോ ഷെറിൻ? ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അവര് നടക്കാന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നു. പിന്നെ ജയിലിൽ ഇറങ്ങിയതിന് ശേഷം ഒന്നും കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഷെറിൻ ഇത്രയും പരിഗണന, ഇത്രയും ആനുകൂല്യങ്ങൾ ലഭിച്ചത് ഷെറിൻ കാശിറക്കിയത് കൊണ്ട് തന്നെയാണല്ലേ? അതെ അതെ, കാശിറക്കിയത് കൊണ്ടും ഇപ്പൊ പ്രദീപ് സാറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അത് അവിടെ കാശിറക്കിയതല്ലല്ലോ. അപ്പൊ അവരൊരു സ്ത്രീയാണെന്നൊരു നിലയിൽ അവര് ദുരുപയോഗം ചെയ്തിട്ടും അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാൻ നിന്ന് കൊടുത്തിട്ടും പിന്നെ പണം എറിയേണ്ടടുത്ത് പണം എറിഞ്ഞിട്ടും ആ രണ്ട് രീതിയിലാണ് അവരവരുടെ കാര്യങ്ങൾ നടത്തി പോണത്.